സംസ്ഥാനത്തെ വീണ്ടും നിപ്പ രോഗബാധ. മലപ്പുറം പാണ്ടിക്കാട് സ്വദേശി 14 വയസ്സുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കുട്ടിയുമായി സമ്പർക്കത്തിലേർപ്പെട്ട 214 പേർ നിരീക്ഷണത്തിലാണ്. ഫോറൻസിക് വിഭാഗത്തിൽ 60 പേർ ഉണ്ട്. 15 പേരുടെ സ്രവം പരിശോധനയ്ക്കായി വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചു. പാണ്ടിക്കാട്, ആനക്കയം പഞ്ചായത്തുകളിൽ പൂർണ്ണമായി നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തി. മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ 14-കാരന് ഈ മാസം 10-നാണ് പനി ബാധിക്കുന്നത്. ജൂലൈ 12-ന് പാണ്ടിക്കാട് സ്വകാര്യ ക്ലിനിക്കിൽ ചികിത്സിച്ചു. തൊട്ടടുത്ത ദിവസം പാണ്ടിക്കാട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. ജൂലൈ 15-ന് ഇതേ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. അന്ന് തന്നെ പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് കുട്ടി അബോധാവസ്ഥയിലായി. ഇതോടെ ഇന്നലെ കോഴിക്കോട് മിംസ് ആശുപത്രിയിലേക്ക് മാറ്റി. ഇന്ന് വൈകിട്ടോടെയാണ് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പരിശോധനാ ഫലം പോസിറ്റീവാണെന്ന് സ്ഥിരീകരിച്ചത്. നിലവിൽ ഗുരുതരാവസ്ഥയിലായ കുട്ടി വെന്റിലേറ്ററിലാണ്. ഇതിനനുസരിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ, പ്രത്യേകിച്ച് കോണ്ടാക്ട് ട്രേസിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഹൈറിസ്ക് കോണ്ടാക്ട്സിലുള്ള അല്ലെങ്കിൽ ലോ റിസ്ക് കോണ്ടാക്ട്സിലുള്ള എല്ലാവരും തന്നെ നമ്മൾ കണ്ടെത്തപ്പെടുന്നുണ്ടെന്നുള്ളതും ഹൈറിസ്ക് കോണ്ടാക്ട്സിലുള്ളവരുടെ സാമ്പിൾ പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതും ഉറപ്പാക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിനനുസരിച്ച് ആവശ്യമായിട്ടുള്ള ചില നിയന്ത്രണങ്ങൾ സാധാരണ എപിക് സെന്റർ വെച്ച് 3 കിലോമീറ്റർ റേഡിയസിനുള്ളിൽ എന്നുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള നിയന്ത്രണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ രീതിയിൽ ഉണ്ടാകും. കുട്ടിയുടെ അച്ഛൻ, അമ്മ, അമ്മാവൻ എന്നിവർ ഉൾപ്പെടെ 214 പേർ നിലവിൽ നിരീക്ഷണത്തിലാണ്. ഹൈറിസ്ക് വിഭാഗത്തിൽ 60 പേരാണുള്ളത്. 15 പേരുടെ സ്രവം പരിശോധനയ്ക്കായി അയച്ചു. അതേസമയം കുട്ടിയുമായി സമ്പർക്കത്തിലേർപ്പെട്ട സുഹൃത്തിന് പനി സ്ഥിരീകരിച്ചു. ഈ കുട്ടിയുടെ സ്രവം പരിശോധനയ്ക്കായി അയച്ചു. സുഹൃത്തിനെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. പാണ്ടിക്കാട്, ആനക്കയം പഞ്ചായത്തുകളിൽ പൂർണ്ണമായും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. വലിയ ആൾക്കൂട്ടം ഉണ്ടാക്കാത്ത രീതിയിലായിരിക്കണം. ഏതെങ്കിലും ചടങ്ങുകൾ മുൻകൂറായി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വളരെ കുറച്ച് ആളുകളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് ആണ് ചടങ്ങുകളിൽ പങ്കെടുക്കേണ്ടത്. ഈ ഒരു കാരണവശാലും പനി സ്വയം ചികിത്സിക്കരുത്. പനിയുള്ള സാഹചര്യത്തിൽ നമ്മുടെ കൺട്രോൾ റൂമിലേക്ക് ബന്ധപ്പെടണം. അതുപോലെ തന്നെ നാളത്തെ ദിവസം മദ്രസ, അംഗൻവാടി തുടങ്ങിയ എല്ലാ വിദ്യാലയങ്ങൾക്കും ഈ 2 പഞ്ചായത്തുകളിലും അവധിയായിരിക്കും. അതേസമയം നാളെ കൂടുതൽ സാമ്പിളുകൾ പരിശോധനയ്ക്കായി അയക്കും. ജനം, മലപ്പുറം.